അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? റമദാനൊക്കെ അങ്ങനെ പോകുന്നു. നാട്ടിലൊക്കെ റമദാൻ തുടങ്ങി. സൗദിയിൽ ഒരു ദിവസം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൗദിയിൽ നല്ല ഗൾഫ് കൺട്രിയിൽ ഒമാൻ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസം നേരത്തെ തുടങ്ങി. എന്തായാലും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഈ കാര്യം, പക്ഷെ അറിയാത്തവരും ഉണ്ടാകും അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും അവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടോ. ഗ്രൂപ്പുകളിലേക്കോ നിങ്ങൾ ഫാമിലിയിലേക്കോ ഒക്കെ എത്തിച്ചു കൊടുക്കാം. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റൗളയിൽ നമുക്ക് മദീനയിലേക്ക് ചെല്ലുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റൗളയിൽ 2 റക്അത്ത് നിസ്കരിക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവിടെയുള്ള സമയ ക്രമീകരണങ്ങൾ പല സമയങ്ങളിലായിട്ട് വരാറുണ്ട്. ഇപ്പോൾ റമദാനിൽ പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 20 ദിവസത്തിലും അവസാനത്തെ 10ലും ഈ ഒരു സമയ ക്രമീകരണം വന്നിട്ടുണ്ട്. പലരും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് പലരും പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗളയിലേക്ക് വരുന്നുള്ള സമയം റൗള വിസിറ്റിന് വേണ്ടിയിട്ട് നുസുക്ക ആപ്ലിക്കേഷൻ വഴി അപ്പോയിൻമെന്റ് എടുക്കുമ്പം പലർക്കും സ്ലോട്ട് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ദിവസം നമുക്ക് കിട്ടുന്നില്ല, സമയം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ സീസൺ ആകുന്ന സമയത്ത് അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അതായത് നമുക്ക് ദിവസം, ഡേറ്റ്, ടൈമൊക്കെ വളരെ കുറഞ്ഞ സമയങ്ങളിൽ കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഏതെങ്കിലും ഒരു സ്ലോട്ട് അവൈലബിൾ ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. വേറൊരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉംറയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ 15 ദിവസമായിരിക്കും നിങ്ങൾ പാക്കേജിൽ വരിക. മക്കയിലേക്കായിരിക്കും ആദ്യം വരിക. അവിടെ ഉംറയ്ക്ക് നിർവഹിച്ചതിന് ശേഷം നിങ്ങൾ മദീനയിലേക്ക് പോകും. മദീനയിൽ 3-4 ദിവസങ്ങൾ നിങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം മദീനയിൽ എത്തിയതിന് ശേഷം ഈ നുസുക്ക ആപ്ലിക്കേഷനിൽ നിങ്ങൾ റൗള വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ, സമയം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അപ്പോഴേക്കും അത് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മക്കയിലേക്ക് വന്ന ദിവസം ഉണ്ടാവില്ല. നിങ്ങൾ മക്കയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അമീർമാരോട് ചോദിക്കുക ഏത് ദിവസമാണ് നിങ്ങൾ മദീനയിലേക്ക് പോകുക എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ മദീനയിലേക്ക് പോകുന്ന ഒരു ദിവസം കിട്ടുമല്ലോ, ആ ഒരു ഡേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നുസുക്ക ആപ്ലിക്കേഷനിൽ ആ ഒരു ഡേറ്റിലേക്ക്, അല്ലെങ്കിൽ അവിടെ ആ ഡേറ്റ് മുതൽ 3-4 ദിവസങ്ങൾ മദീനയിൽ നിൽക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള ദിവസം നിങ്ങൾ നേരത്തെ നുസുക്ക ആപ്ലിക്കേഷനിലൂടെ റൗള വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ബുക്ക് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലരുടെയും പ്രശ്നം വെച്ചാൽ നിങ്ങൾ മദീനയിൽ എത്തുന്ന സമയത്താണ് അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ റൗളയിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ വളരെ വിഷമത്തോടു കൂടി നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരാറുണ്ട്. പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി സമയക്രമീകരണത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം. റൗളയിലേക്ക് പ്രവേശിക്കുന്നതിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് സമയമാണ്. അപ്പോൾ റമദാനിലെ ആദ്യത്തെ 20 ദിവസത്തിൽ സമയക്രമീകരണം വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്കുള്ള സമയം രാവിലെ 11:20 മുതൽ രാത്രി 8 മണി വരെയാണ് സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ പുലർച്ചെ 2 മണി മുതൽ പുലർച്ചെ 5 മണി വരെ, അതായത് സുബഹി തൊട്ട് മുമ്പ് വരെ. ഇതാണ് പുരുഷന്മാർക്ക് ആദ്യത്തെ 20 ദിവസത്തിലുള്ള സമയക്രമീകരണം റൗള വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്ത്രീകൾക്ക് വരുന്നത് ആദ്യത്തെ 20 ദിവസത്തിൽ സ്ത്രീകൾക്ക് വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 11 മണി മുതൽ രാവിലെ 1:40 വരെ, പുലർച്ചെ 1:40 വരെ ആണ് ആദ്യത്തെ സമയം കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബഹി നിസ്കാരത്തിന് ശേഷം 6 മണി മുതൽ 11 മണി വരെ, രാവിലെ 11 മണി വരെ. പിന്നെ അത് ആദ്യത്തെ 20 ദിവസത്തിന്റെ കണക്കാണ് പറയുന്നത്. ഇനി അവസാനത്തെ 10 ദിവസത്തിൽ പുരുഷന്മാർക്ക് സെയിം സമയം തന്നെ, രാത്രി 11 മണി മുതൽ 12 മണി വരെ, അതായത് ആ 1 മണിക്കൂർ, രാത്രിയുള്ള 1 മണിക്കൂർ കൊടുക്കണം. 11 to 12 വരെ സമയം പുരുഷന്മാർക്ക് അവസാനത്തെ 10 എക്സ്ട്രാ ടൈം കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ 10 ആകെ വരുന്ന സമയം എപ്പോഴാണ് അറിയോ? സുബഹിക്ക് ശേഷം 6 മണി മുതൽ 11 മണി വരെ, രാവിലെ 11 മണി വരെ. നിങ്ങൾ റൗളയിലേക്ക് പോകുന്ന സമയത്ത് ഈ സമയങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ബുക്ക് ചെയ്യുക, ടൈം എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ഈ ഭാഗത്തുകളൊക്കെ എടുക്കാൻ പറ്റട്ടെ. ഈ റമദാൻ മാസത്തിൽ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നാളെ ഉംറയ്ക്ക് ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദുആയിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.